വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് മിക്ക പരീക്ഷകളിലും PSC പരീക്ഷകളിലും ആദ്യത്തെ റാങ്കുകൾ കിട്ടിയിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും റാങ്ക് പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് നാൾ മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. അങ്ങനെയൊക്കെ പഠിച്ചിട്ടും എങ്ങനെ ഇവർക്ക് ഇത്രയും മാത്രം റാങ്ക് കിട്ടി? അപ്പോൾ ഇവർ ശരിക്കും പഠിച്ചിട്ടുണ്ടായില്ലേ, അല്ലെങ്കിൽ ഇവർക്ക് ഭാഗ്യമാണോ, ഇവർ കറക്കി കുത്തി നേടിയതാണോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. പക്ഷെ അവരാർക്കും എന്താ പറയാ, ഭാഗ്യം എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ദൈവാധീനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവരാരും കറക്കി കുത്തിയതല്ല. അവർ നല്ല രീതിയിൽ പഠനം കൊണ്ടാണ് അവർക്ക് ഇത്രയും റാങ്കുകൾ നേടാനായിട്ട് സാധിച്ചത്. അപ്പൊ അവരുടെ സ്ട്രാറ്റജി എന്താ? അവർ പലരും പറയാത്ത ഒരു കാര്യമാണ്, പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പല ആൾക്കാരും ഇത് പറയാൻ താല്പര്യപ്പെടാത്ത കാര്യമാണ്. അത്തരം ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ആ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോ എന്താ പറയുന്നത്, പരീക്ഷയിൽ ഒരു 75 to 80% ടോപ്പിക്സും വരുന്നത് എങ്ങനെയാണ്? ഷുവർ ഷോട്ട് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്നാണ് എന്ന് ഇത്തരം കുട്ടികൾ മനസ്സിലാക്കിയിരിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് അവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നമ്മൾ അവസാനം പറയും. അതിനു മുമ്പ് നമ്മൾ പറയണത്, ആദ്യം തന്നെ അവരെന്താ ചെയ്യണേ? സിലബസ് അരച്ച് കലക്കി കുടിക്കുകയൊന്നല്ല ചെയ്യണേ. സിലബസ് എന്താണെന്ന് അവർ മനസ്സിലാക്കും. ആ സിലബസിനെ ഒരു പ്രാവശ്യം അവരൊന്ന് കവർ ചെയ്യും. സിലബസ് തീർച്ചയായിട്ടും നമ്മൾ കവർ തന്നെ വേണം. അതായത് അത് ഫുള്ള് കാണാപ്പാഠം പഠിച്ച് നമ്മൾ എത്തില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും കാണാതെ പഠിക്കാനൊന്നും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ സിലബസ് മൊത്തത്തിൽ നമ്മളത് ഒരു റാങ്ക് ഫെയിൽ ആയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് മുഖേനയോ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ മുഖേനയോ ഒറ്റ പ്രാവശ്യം നമ്മൾ സിലബസിന്റെ ഒരു കവറിങ്, എന്താ പറയാ, മൊത്തത്തിലൊരു സിലബസ് കവർ ചെയ്യാന്നുള്ള കാര്യം ചെയ്യുക. അതിനുശേഷം അപ്പോ ആ സിലബസ് കവർ ചെയ്യുമ്പോൾ ഈ അവർ പഠിക്കുന്നത് ഹോട്ട് ടോപ്പിക്സോ അല്ലെങ്കിൽ ഷോർട്ട് ടോപ്പിക്സോ ഒക്കെയാണെന്ന് നമ്മൾ പറയും. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ എടുക്കാം, ബയോളജി എടുക്കാന്ന് വിചാരിക്കാം. ബയോളജി എന്ന് പറഞ്ഞ ജീവശാസ്ത്രം എന്ന് പറയുന്നത് ജന്തുലോകമുണ്ട്, സസ്യലോകമുണ്ട്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന ഭാഗമാണ്. പക്ഷെ അതിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അതുപോലെ തന്നെ രോഗങ്ങൾ, രോഗകാരികൾ എന്ന് പറയുന്ന ഭാഗം. ഈ 5 വർഷത്തെ പ്രീവിയസ്, ഇപ്പൊ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ബുദ്ധിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ബയോളജി ആദ്യം തന്നെ ബയോളജി ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് ഈ ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അത് നന്നായി അവരങ്ങോട്ട് പഠിക്കും. പഠിച്ചതിന് ശേഷം പ്രധാനപ്പെട്ടത് എന്താണ് അവർക്ക് എഴുതി വെക്കേണ്ടത് എഴുതി വെക്കും, അല്ലെങ്കിൽ വീണ്ടും അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഹോട്ട് ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലോ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ അമെന്റ്മെന്റ്സ്, ചില ആർട്ടിക്കിൾസ്, ചില അമെന്റ്മെന്റ്സ്, ചില ആർട്ടിക്കിൾസ്, ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ആ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ആദ്യത്തെ കാര്യം അതാണ്, സിലബസ് ഒന്ന് കവർ ചെയ്യുക. വേണ്ടാന്ന് ഞാൻ പറയണില്ല, സിലബസ് ആവശ്യം തന്നെയാണ്. പക്ഷെ ആ സിലബസിനുള്ളിലെ എന്താണ്, PSC സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചില ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ സ്മാർട്ട് സ്റ്റഡിയിലൂടെ നമ്മൾ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കി വെക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി അടുത്തത്, രണ്ടാമത്തെ കാര്യം എന്താണെങ്കിൽ, ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്. ഏത് ടോപ്പിക് ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും ഞാൻ പറയും, ഒരു ടോപ്പിക്ക് മാത്രം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് പഠിക്കരുത്. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ മലയാളം എന്നിവയ്ക്ക് ഒരു സമയം കൊടുത്തിരിക്കണം നിങ്ങൾ. കറണ്ട് അഫയേഴ്സ് ബാക്കി നമ്മൾ എടുക്കുമ്പോൾ ഒരു ടോപ്പിക്, അതിപ്പോൾ ക്ലാസ്സിൽ പോയി പഠിച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യണതാവാം, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ സെൽഫ് സ്റ്റഡി ആവാം, എന്തായിക്കോട്ടെ, നമ്മൾ ഇന്ന് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ പഠിച്ചത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കുക. ആ പഠിച്ച കാര്യങ്ങൾ ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. അപ്പൊ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ആ നോട്ട് ബുക്കിൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഏത് ഭാഗങ്ങളാണോ നമുക്ക് ഓർമ്മ വരാത്തത് അതിനെ ഒരു പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോവുക. ഓർമ്മ വരാത്തത് മാത്രമല്ല, അല്ലാണ്ട് നിറച്ച് വരയും കുറിയും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ ഓർമ്മ വരാത്തത് അത് മാത്രം ഒന്ന് ടിക്ക് ചെയ്ത് പോവുക. അതിനുശേഷം നാളെ നമ്മൾ എന്ത് ചെയ്യും? നാളെ വീണ്ടും നമ്മൾ പഠിക്കും, ആ ഭാഗം റിവൈസ് ചെയ്യും, ആ ഭാഗത്തിലും ഈ അറിയാത്തത് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് പോവും. അപ്പോ തലേ ദിവസത്തെ അറിയാത്ത കാര്യങ്ങൾ ടിക്ക് ചെയ്ത് നമ്മളൊന്ന് വായിക്കാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാത്ത ആ ഭാഗങ്ങൾ മനഃപ്പാഠം
മനഃപ്പാഠമാകാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. ഇതില് ടിക്ക് ചെയ്ത് പോണേക്കാൾ ഞാൻ പറയാ, അറിയാത്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ലെക്ചർ നോട്ട് പോലെ എഴുതി പോണെന്നാണ്. അതാണ്, എഴുതുന്നതാണ് മനസ്സിൽ കൂടുതൽ പതിയാൻ കാരണമാകുക. നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരുന്ന നോട്ടിനാണോ അല്ലെങ്കിൽ നമ്മൾ സ്വയം എഴുതുന്ന ലെക്ചർ നോട്ടാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടാവുക? നമ്മൾ എഴുതുന്നത് അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കുകയാണ്. അത് പിന്നെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ടാമത്തെ കാര്യം അത് ക്ലിയർ ആയില്ലേ? അടുത്തത് പഠനം കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിയുള്ള കുട്ടികള് അല്ലെങ്കിൽ ജോലി വേണം എന്നുള്ള കുട്ടികള്, വേണം എന്നുണ്ട് മാത്രം ഉണ്ടായാൽ പോരാ അല്ലെ, ആവശ്യക്കാരായിട്ടുള്ള കുട്ടികള് തീർച്ചയായിട്ടും ഒരു ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഈ PSC മാറ്റം വന്നിട്ടുള്ള കാലം തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ മനഃപ്പാഠമാക്കുക. അതിനു മുമ്പുള്ളത് പഠിക്കേണ്ട എന്നുള്ളതല്ല, അതിൽ മുമ്പും ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പൊ ഇത് പഠിച്ചതിന് ശേഷം വേണം അത് കവർ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സാധാരണ രീതിയിൽ കുട്ടികൾ എന്താ ചെയ്യുക? 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ OMR ഷീറ്റ് വെച്ച് ചെയ്യും. ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെയാ പറയാറ്, നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് വന്നു അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടി, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ചർച്ച എന്താ പറയാ, ഒന്ന് നോക്കണം. അതിനൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് വിലയിരുത്തണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. എനിക്കറിയാം, അത് ടിക്കറ്റ് പോയി. അപ്പോ ബുദ്ധിയുള്ള കുട്ടി വീണ്ടും ടീച്ചർ പറയാണ്, എന്താ പറയുന്നത്, കുറുക്കന്റെ പോലെ ചിന്തിക്കുന്ന കുട്ടി അവൻ എന്ത് ചെയ്യും? ദേശീയ ഉദ്യാന ചോദിച്ചേ, അപ്പൊ കേരള ഫാക്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദേശീയ ഉദ്യാനം പോലെ വന്യജീവി സങ്കേതം ചോദിക്കാം. ദേശീയ ഉദ്യാനത്തിൽ ഇപ്പോ ആദ്യത്തെ ചോദിച്ചു വെച്ചാൽ വേണമെങ്കിൽ വലുത് ചോദിക്കാം, ചെറുത് ചോദിക്കാം അല്ലെ, അങ്ങനെയുള്ള. അപ്പൊ ദേശീയ ഉദ്യാനവും വന്യജീവി സങ്കേതമൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കി വെക്കട്ടെ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടാത്തതുണ്ടോ, അറിയാത്തതുണ്ടോ, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും അവൻ ഒന്ന് ശ്രദ്ധിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോ 1857 റിവോൾട്ടില് ഇപ്പോ കാൺപൂരില് നേതൃത്വം നൽകിയത് ആരാന്നാ ചോദിക്കണേ വെച്ചാൽ അടുത്ത പ്രാവശ്യം 1857 റിവോൾട്ടിൽ മറ്റു പല ഭാഗങ്ങളിലും എന്താ പറയുന്ന റിവോൾട്ടിന് നേതൃത്വം നൽകിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ കുറിച്ചൊന്നും നമ്മൾ നോക്കി വെക്കുക. അല്ലെങ്കിൽ 1857 റിവോൾട്ട് നമ്മുടെ എന്താ പറയുന്നത് ചോദ്യകർത്താവിന് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം വീണ്ടും വരാം. അങ്ങനെ ഓരോരോ ഭാഗങ്ങളും നമ്മളെ എന്ത് ചെയ്യുക, ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് വേണം PYQ ആൻസർ ചെയ്യാനായിട്ട്. മനസ്സിലാവേണ്ട ഉത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലെ എന്താ പറയാ 3 കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ്, ഷുവർ ഷോർട്ട് ടോപ്പിക്സ് കണ്ടെത്തണം. ഇനി ആ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് കണ്ടെത്തണമെങ്കിൽ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വരണേന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ഷുവർ ഷോർട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ടീച്ചർ ഉറപ്പായിട്ടും അടുത്ത് തന്നെ ആ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ഏതാണ്, PSCയുടെ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ഏതാണ്, ഹോട്ട് ടോപ്പിക്സ് ഏതാണ്, ഏതൊക്കെ ടോപ്പിക് നിർബന്ധമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഠിച്ചിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി, ആദ്യം സിലബസ് ഒന്ന് ഓടിച്ച് കവർ ചെയ്തു, ഹോട്ട് ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു അല്ലെ. ഓരോ ദിവസം പഠിക്കണ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു, ലെക്ചർ നോട്ട് രൂപത്തിൽ എഴുതി വെച്ചു. ഓരോ ദിവസവും ഇന്ന് കഴിഞ്ഞിട്ട് നാളെ അത് റിവൈസ് ചെയ്തു, നാളെ ആകുമ്പോൾ 2 ദിവസം, അങ്ങനെ ഓരോ ദിവസം റിവൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനഃപ്പാഠമാക്കി നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ PYQ ചെയ്തു. PYQ ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസ് ആയാലും ക്വസ്റ്റ്യൻ ആയാലും നല്ല രീതിയിൽ വിശകലനം ചെയ്ത് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു എന്താ PSC എക്സാം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യത്തെ 10 റാങ്കിൽ അല്ലെങ്കിൽ 20 റാങ്കിൽ എത്തുന്ന കുട്ടികളായിട്ട് മാറും എന്നുള്ളത് ടീച്ചർ അടിവരയിട്ട് പറയാം. ഇതേ രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പഠനം നടത്തുന്ന കുട്ടികളാണെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഡെയിലി ഇത്തരം ക്ലാസ്സുകൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.